ഞാനിപ്പോ നിൽക്കുന്നത് കാക്കനാട് IMG ജംഗ്ഷനിലുള്ള യൂറോപ്പ് അക്കാഡമിയുടെ ഫ്രണ്ടിലാണ്. നമുക്കൊന്ന് കേറി നോക്കിയാലോ? ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് വരുന്നത്. ഇനി നമുക്ക് ക്ലാസ് റൂംസ് ഒക്കെ ഒന്ന് കണ്ടാലോ? ഹായ് മാം. ഹലോ. എന്താ മാം ഇവിടെ രണ്ട് ബോർഡ് വെച്ചിരിക്കുന്നത്? എന്താ ഈ രണ്ട് ബോർഡ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്? ഇത് നമ്മുടെ സ്കൂളിലും ട്യൂഷൻ സെന്റേഴ്സിലും ഒക്കെ യൂഷ്വലി കാണുന്ന നോർമൽ വൈറ്റ് ബോർഡാണ്. ഈ വൈറ്റ് ബോർഡിൽ ഞാനിപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ മാക്സിമം എനിക്ക് അതിൻ്റെ ഒരു 2 ഡയമെൻഷൻ ഡയഗ്രം വരയ്ക്കാനും അതിലെ ബോഡി പാർട്സ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാനുമായിരിക്കും സാധിക്കുന്നത്. ഇവിടെ ഞാൻ ഈ വൈറ്റ് ബോർഡിൽ കാണിച്ച സെയിം റെസ്പിറേറ്ററി സിസ്റ്റം തന്നെ ഈ ഇന്ററാക്റ്റീവ് പാനലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ 3 ഡയമെൻഷൻ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡൻസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിൻ്റെ ടോപ്പിക്സ് എന്താണെന്നും കോൺസെപ്റ്റ്സ് എന്താണെന്നും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ് കാണിക്കുന്നത്. നോക്കൂ, നേസൽ ക്യാവിറ്റി, ഓറൽ ക്യാവിറ്റി ആൻഡ് ഫാരിങ്സ്. അതേപോലെ തന്നെ ലാറിങ്സ് എന്ന് പറയുന്ന പാർട്ട് വരുന്നുണ്ട്. ദെൻ ട്രക്കിയ ആൻഡ് മെയിൻ ബ്രോങ്കസ്, ദെൻ ലങ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് ഫോക്കസ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അറ്റ് ദ സെയിം ടൈം എനിക്കിവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതുകൂടാതെ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു 3 ഡയമെൻഷൻ വ്യൂ കൂടി എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാനായിട്ട് സാധിക്കും. ഇനി അതല്ല, എനിക്കിതിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം, പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കത് പോയിന്റ് ചെയ്യാനും സാധിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് തരണം എന്നുണ്ടെങ്കിൽ അതും എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് മോർ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് നേരെ ഗൂഗിളിലേക്ക് ആക്സസ് ഉണ്ടാവും. അപ്പം നമുക്ക് മോർ ഇൻഫർമേഷൻസ് കൂടി കിട്ടുന്നതാണ്. സോ ലേണിംഗ് പ്രോസസ്സ് ഇൻട്രസ്റ്റിംഗും എഫക്റ്റീവും ആക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ യൂറോപ്പ് അക്കാദമിയിൽ നമ്മൾ ഇൻട്രാക്റ്റീവ് പാനൽസ് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ലേണിംഗ് ഒരു ബേർഡൻ ആവാതെ തന്നെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഇൻട്രാക്റ്റീവ് പാനൽസ്. ബാക്കി കാര്യങ്ങൾ ഗോപിക മിസ് പറഞ്ഞു തരും. ഇനി കുട്ടികൾക്ക് കൂടുതൽ റെഫർ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കിവിടെ ലൈബ്രറിയും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പാരൻസിനും കുട്ടികൾക്കും റിലാക്സ് ചെയ്യാനാണെങ്കിലോ നമ്മുടെ കഫറ്റേരിയയും റിലാക്സിംഗ് കോർണറും അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാ, യൂറോപ്പ് അക്കാഡമിയിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യല്ലേ?